ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമതായി കാണിച്ച മുഅ്ജിസത്ത് തൊട്ടിയിൽ കിടന്ന് സംസാരിക്കുക, ഖുർആൻ. വലിയ കൽഭരണികളിൽ വെള്ളം നിറച്ചുകൊണ്ട് അത് വീഞ്ഞാക്കി ജനങ്ങളെ മുഴുവൻ ഉന്മത്തരാക്കുക എന്ന് ബൈബിൾ. പിന്നെയും അദ്ദേഹത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച് ബൈബിൾ തന്നെ നമുക്ക് കുറെ വായിക്കാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതേ പുസ്തകത്തിന്റെ ഇതേ അധ്യായത്തിന്റെ 39-ാം വാക്യത്തിലും യേശുക്രിസ്തു ഇത് ആവർത്തിക്കുന്നു, പുത്രന് സ്വന്തമായി ഒന്നും കഴിയില്ല, എന്റെ പിതാവ് ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുന്നു, എന്റെ പിതാവ് കാണിച്ചു തന്നതും എന്റെ പിതാവ് തന്ന കഴിവ് കൊണ്ടും ഞാൻ ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലുമൊക്കെ ഇതേ വിശദീകരണം നമുക്ക് കാണാം. മറ്റിതരങ്ങളായ ഭാഗങ്ങളിലും അദ്ദേഹം ഇത് തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ ഇതേ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിൽ ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്താൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സാക്ഷിയല്ലേ എന്നൊരു ചോദ്യം യേശുക്രിസ്തു നടത്തുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്താൽ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അത് തെളിവാവേണ്ടതല്ലേ? ഇദ്ദേഹം ദൈവാണെന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി ജൂതന്മാർ വന്നപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. പരിശുദ്ധ ഖുർആൻ ഫാദർ മൂടിവെച്ച ഭാഗവും അത് തന്നെയാണ്. ഇതിനില്ല, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഞാൻ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ നിങ്ങൾക്ക് സാക്ഷ്യമാണ്. ഇദ്ദേഹം തന്നെ തുടർന്ന് പറയുന്നു, ഈ പുസ്തകത്തിന്റെ ഇതേ അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവർത്തികളിൽ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏതു പ്രവർത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു? അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ വന്ന ജൂതന്മാരോട് യേശുവിന്റെ ചോദ്യം, ഞാൻ സ്വന്തമായല്ലോ ഇതൊന്നും ചെയ്യുന്നത്, ഞാൻ എൻ്റെ പിതാവിന്റെ അനുമതി പ്രകാരം, എൻ്റെ പിതാവിന്റെ കൽപ്പന പ്രകാരം സ്വന്തമല്ലാതെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ കല്ലെറിയുന്നത്? എന്ത് കാരണത്താലാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നത്? ചില ഫാദർമാരൊക്കെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കള്ളം മാത്രം പറയാൻ ജീവിക്കുന്ന ആളുകൾ. ഉദാഹരണമായി ഫാദർ അബ്ദുൽ മസീഹ്, അദ്ദേഹത്തിന്റെ യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നൊരു പുസ്തകം കേരളത്തിൽ ക്രൈസ്തവർ വാരി വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ 12-ാം പേജിൽ അയാൾ പറയുന്ന ഒരു പച്ചക്കള്ളം ഈ വേദിയിൽ സാന്ദർഭികമാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹം പറയുന്നു, മറ്റു പ്രവാചകന്മാർ ദൈവത്തിന്റെ നാമത്തിൽ നാമമാത്രമായ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ യേശുക്രിസ്തു സ്വന്തം നാമത്താൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ അത്ഭുതങ്ങൾ ചെയ്തു. അദ്ദേഹം അതിനൊരു ഉദാഹരണം പറയുന്നു. മാർത്തയുടെ മരണപ്പെട്ടിട്ടു ചത്തിട്ടു നാറ്റം വെച്ച് തുടങ്ങിയ മരണശേഷം 4 ദിവസമായ ലാസർ എന്ന സഹോദരനെ യേശുക്രിസ്തു സ്വന്തം ശക്തിയാലും അധികാരത്തോടെയും വിളിച്ചു, ലാസറേ എഴുന്നേറ്റ് വരിക. ലാസർ എഴുന്നേറ്റ് വന്നു. അബ്ദുൽ മസീഹ് വിശദീകരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന പുസ്തകത്തിൽ ആരെങ്കിലും ഇതൊന്ന് പരിശോധിച്ച് കളയരുത് എന്ന് കരുതി അദ്ദേഹം ബൈബിളിൽ ഈ ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ടത് ഏത് ഭാഗത്താണെന്ന് പരാമർശിക്കുന്നേയില്ല. ഇത് ഏത് ഭാഗത്താണെന്ന് അയാൾ പറയുന്നില്ല. എന്തുകൊണ്ട്? ഏത് ഭാഗത്താണെന്ന് പറയുകയും ആരെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്താൽ അതോടുകൂടെ അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഏത് കുരുടനും മന്ദബുദ്ധിക്കും ബോധ്യമാകും. അത് കാരണമായി അയാൾ ഏത് സൂക്തമാണെന്നതും മൂടിവെച്ചു. പക്ഷേ പ്രിയപ്പെട്ട കൂട്ടുകാർ, എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ ബൈബിളിലെ യോഹന്നാൻ സുവിശേഷത്തിന്റെ 11-ാം അധ്യായം വായിക്കുക. അതിലാണ് ഈ പറഞ്ഞ ലാസറിന്റെ സംഭവമുള്ളത്. ഞാൻ ചുരുക്കി മാത്രം പറയാം. ലാസർ മരിക്കുന്ന സമയത്ത് യേശു ആ സ്ഥലത്തില്ലായിരുന്നു. മരണശേഷം 4-ാം ദിവസം യേശു വന്നപ്പോൾ ലാസറിന്റെ സഹോദരിയും യേശുവിന്റെ വിശ്വസ്തയായ അനുയായിയുമായിരുന്ന മാർത്ത വീട്ടിന്റെ പടിക്കലേക്ക് ഓടിക്കൊണ്ടുകൊണ്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരന് ഇത് സംഭവിക്കില്ലായിരുന്നു. കാരണം നീ നിന്റെ പിതാവിനോട് എന്തു ചോദിച്ചാലും അവൻ നിനക്ക് നൽകുമെന്ന് എനിക്കറിയാം. അബ്ദുൽ മസീഹ് പോവട്ടെ, ഫാദർ സുലൈമാൻ പോവട്ടെ, യേശുവിൽ നിന്ന് മതം പഠിച്ച മാർത്ത പറയുന്നത്, നീ നിന്റെ പിതാവിനോട്, ദൈവത്തോട് എന്ത് ചോദിച്ചാലും അവൻ നിനക്ക് നൽകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരന് ഈ ഒരു പ്രശ്നം പറ്റില്ലായിരുന്നു. വീണ്ടും നമുക്ക് ലാസറിന്റെ സംഭവം തന്നെ പരിശോധിക്കാം. യേശു ചോദിക്കുന്നു, എവിടെയാണ് അവന്റെ കല്ലറ? മാർത്ത പറഞ്ഞു, ഇനി എന്ത് കാര്യം, ചത്തിട്ടു മണം വെച്ചു തുടങ്ങിയല്ലോ. യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും.
അങ്ങനെ അവർ യേശുവിനെ ഈ കല്ലറ കാണിച്ചു കൊടുക്കുന്നു. ബൈബിൾ വിശദീകരിക്കുന്നുണ്ട്, അതൊരു ഗുഹയായിരുന്നു. ആ ഗുഹയുടെ മുകളിൽ ഒരു കല്ലും വെച്ചിരുന്നു. ഈ ആളുകളൊക്കെ കൂടെ ചേർന്ന് ആ കല്ലുരുട്ടി മാറ്റി. അബ്ദുൽ മസീഹ് പറയുന്നു, അധികാരത്തോടുകൂടെ സ്വന്തം ശക്തിയാലെ യേശു വിളിച്ചപ്പോൾ ലാസർ എഴുന്നേറ്റ് വന്നു, കബറൊക്കെ തുറന്ന് എഴുന്നേറ്റ് വന്നു. സംഭവിച്ചത് അങ്ങനെയല്ല. ബൈബിൾ പറയുന്നത് കല്ലുരുട്ടി മാറ്റിയിട്ട് ആ ഗുഹ ഇങ്ങനെ കണ്ടപ്പോൾ യേശു ക്രിസ്തു അവിടെ വെച്ച് എങ്ങനെയാണ് അയാളുടെ അത്ഭുതം എന്നതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ബൈബിൾ തന്നെ വായിക്കാം. അവർ കല്ലു നീക്കി. യേശു കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പറഞ്ഞു, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനയുടെ തുടക്കം ഹംദ് ചൊല്ലണം, ശുക്ർ ചൊല്ലണം. അതാണ് യേശു ചെയ്യുന്നത്. പിതാവേ, നിന്റെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കുന്നത് കൊണ്ട് നിനക്ക് നന്ദിയുണ്ട്. നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് വേണ്ടി അവർ നിമിത്തം ഞാൻ ചോദിക്കുന്നു, ലാസറേ, എഴുന്നേൽക്കുക. സ്വന്തം മതഗ്രന്ഥത്തിൽ ഫാദർമാർ നടത്തുന്ന തട്ടിപ്പ് കയ്യോടെ പിടികൂടുകയാണ് ഈ വേദിയിൽ. ആലോചിച്ചു നോക്കുക. അബ്ദുൽ മസീഹ് നമ്പർ എഴുതാൻ എന്തുകൊണ്ട് വിസ്മരിച്ചു എന്നത് നിങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ടാവും. യേശു ഖബർ തുറന്നിട്ട് മയ്യത്തിന്റെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ എന്ത് ഞാൻ പറഞ്ഞാലും സ്വീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് നന്ദിയുണ്ട്. നീ അയച്ച പ്രവാചകനാണ് ഞാനെന്ന് ഈ നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് വേണ്ടി അവർ നിമിത്തം ഞാൻ നിന്നോട് ചോദിക്കുന്നു, ലാസറേ, എഴുന്നേൽക്കുക. എത്ര വ്യക്തമാണ് കാര്യം. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് പ്രവാചകന്മാർ അത്ഭുതങ്ങൾ കാണിക്കുന്നത്. ഇനി ഫാദർ സുലൈമാൻ തന്നെ യേശുക്രിസ്തു രോഗം മാറ്റുന്നു, മുഹമ്മദ് നബി മാറ്റുന്നില്ല എന്നൊക്കെ വലിയ വായിൽ കൊട്ടിഘോഷിക്കുന്നത് നമുക്കിതിന്റെ അവസാനം കേൾക്കാം. അപ്പോഴൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്, യേശുക്രിസ്തു എന്ത് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അയാളുടെ കഴിവ് കൊണ്ടായിരുന്നില്ല. പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങൾ കാണിക്കുന്നു, എൻ്റെ പിതാവ് കൽപ്പിച്ചത് മാത്രം ഞാൻ പ്രവർത്തിക്കുന്നു. ഇതെല്ലാ പ്രവാചകന്മാരുടെയും സ്വഭാവമാണ്. എന്ന് മാത്രമല്ല, ഫാദറിന്റെ മറ്റൊരു സീഡിയിൽ നമുക്ക് കാണാം, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് കുറെ കാഫിറുകൾ ചെന്നപ്പോൾ സൂറത്തുൽ ഇസ്രാഇന്റെ 90 മുതലുള്ള വാക്യത്തിൽ അള്ളാഹു അത് വിശാലമായി പറയുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല, ഞാൻ അള്ളാഹു അയച്ച ഒരു പ്രവാചകനായ മനുഷ്യനാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ അത്ഭുതങ്ങളും അങ്ങനെ കാണിക്കുക എന്നത് എൻ്റെ സ്വഭാവമല്ല, ഒരു പ്രവാചകന്റെയും ശൈലിയല്ല. ഒരാൾക്കും അങ്ങനെ കാണിച്ചു കൊടുക്കൽ നിർബന്ധവുമില്ല. നമുക്കറിയാമല്ലോ, പൂർവാപര വൈരുദ്ധ്യം രണ്ടു പേർക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാൻ പറ്റും. ഒരാൾ പറയുകയാണ്, ഇപ്പോൾ എനിക്കൊരു ആപ്പിൾ വരണം. ഉടനെ തന്നെ മറ്റൊരാൾ പറയുകയാണ്, ഈ ആപ്പിൾ വരരുത്. ഇവിടെ പ്രവാചകൻ കുടുങ്ങിപ്പോവും. അയാൾ ഒരു അത്ഭുതം കാണിച്ചാൽ മറ്റേയാൾക്ക് തെളിവല്ലാതെ വരും. ഒരാൾ പറഞ്ഞത് കേട്ടാൽ മറ്റേയാൾക്ക് അത് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് ഒരു പ്രവാചകനും അനുയായികൾ ആവശ്യപ്പെടുന്ന അത്ഭുതങ്ങളൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്തോളണമെന്നില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ ഇസ്രായേൽ 88-89 വാക്യങ്ങളിലൊക്കെ പറയുന്നത് പരിശുദ്ധ ഖുർആനാകുന്ന മഹാത്ഭുതത്തെ കുറിച്ചാണ്. ആ അത്ഭുതം മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇനി ഓരോ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എന്തിനാവശ്യപ്പെടുന്നു? വിശ്വസിക്കാൻ മോഹിച്ചത് കൊണ്ടാണെങ്കിൽ, എന്തെങ്കിലും തെളിവ് വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണെങ്കിൽ, സാഹിത്യത്തിന്റെ എല്ലാവിധ ശ്രേണിയിലും അത്യുന്നതരായിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധ ഖുർആനിന്റെ ഒരു വെല്ലുവിളിയുണ്ട്. 2-ാം അധ്യായം 23-ാം സൂക്തത്തിൽ റബ്ബ് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഖുർആനിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരധ്യായത്തിന് സമാനമായത് നിങ്ങൾ കൊണ്ടുവരിക എന്ന വെല്ലുവിളി ഇതുവരെ സ്വീകരിക്കാൻ, കേവലം 3 സൂക്തങ്ങൾ നിർമ്മിക്കാൻ സാഹിത്യത്തിന്റെ മുടിചൂടാമന്നന്മാരായ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ആ അത്ഭുതം തന്നെ ധാരാളം മതി. പിന്നെയും എന്തിനാണ് അത്ഭുതങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു? ഞാനൊരു മനുഷ്യൻ മാത്രമല്ല, മറിച്ച് പ്രവാചകനാണ്. പ്രവാചകന്മാരുടെ സ്വഭാവം എന്താണ്? യേശുക്രിസ്തു പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് കൽപ്പിക്കുന്നത് മാത്രം ഞാൻ പ്രവർത്തിക്കുന്നു. ഈ ഒരു കാര്യം ഫാദർ സുലൈമാൻ ദുർവ്യാഖ്യാനം ചെയ്യാണ്.
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് പോയി അത്ഭുതങ്ങൾ കാണിക്കാൻ പറഞ്ഞാൽ അയാൾ കാണിച്ചു കൊടുക്കും. നേരെ മറിച്ച് മുഹമ്മദ് നബിയുടെ അടുത്ത് പോയി അത്ഭുതങ്ങൾ കാണിക്കാൻ പറയുമ്പോഴോ മുഹമ്മദ് നബി പറയുന്നു, ഞാനൊരു മനുഷ്യനല്ലേ. ഫാദർ സുലൈമാൻ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ കാണുന്ന ഇസ്ലാമിനകത്ത് പ്രവർത്തിക്കുന്ന ബിദ്അത്തുകാരും ഇത് ചൂഷണം ചെയ്യുന്നു. ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിന്റെ 19-ാം വാല്യത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഇവർ കട്ടുമുടിച്ചുകൊണ്ട് ഉദ്ധരിക്കുന്നു. അങ്ങനെ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം ഒരു സാധാരണക്കാരനും അറബി പയ്യനുമാണെന്ന് തെളിയിക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഇങ്ങനെ എല്ലാവരും ഒരുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഈ സുലൈമാന്റെ ക്ലിപ്പ് തന്നെ വ്യാപകമായപ്പോ ഷബാബിൽ മമ്മൂട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വയനാട്ടുകാരൻ തന്നെ ഒരു ലേഖനം എഴുതി. സമസ്തക്കാരുടെ ഖബർ സിയാറത്ത് കൊണ്ടാണത്രേ ഈ സുലൈമാൻ ഫാദറൊക്കെ ക്രിസ്ത്യാനിസത്തിലേക്ക് പോയത്. മമ്മൂട്ടി മുസ്ലിയാർ ദീന് പഠിക്കണം. സുലൈമാൻ ഫാദർ പറയുന്നു, മുഹമ്മദ് നബിക്ക് അദ്ദേഹത്തിന്റെ അത്ഭുതത്തിൽ ഒരു പങ്കുമില്ല. ഇതേ വാദം പഠിപ്പിക്കുന്നത് മുജാഹിദുകാരാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. സുലൈമാൻ ഫാദറിന് സംശയം വന്നപ്പോൾ അയാൾ ഖുർആനിലേക്ക് ഇജ്തിഹാദിന് ഇറങ്ങിയിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് നേർക്കുനേരെ ഇജ്തിഹാദിന് ഇറങ്ങാൻ ആഹ്വാനം ചെയ്യുകയും ലക്ഷക്കണക്കിന് മുജ്തഹിദുകളെ സൃഷ്ടിച്ചുവെന്ന് അഭിമാനം പറയുകയും ചെയ്യുന്നത് കേരളത്തിലെ മുജാഹിദുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെയുള്ള മരിച്ചവരാവട്ടെ ജീവിച്ചവരാവട്ടെ അമ്പിയാക്കളും ഔലിയാക്കളും അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് നമ്മെ സഹായിക്കുമെന്നാണ് സുന്നികളുടെ സമസ്തക്കാരുടെ വിശ്വാസം. ഒരിക്കലും സഹായിക്കില്ലെന്നും അവരുടെ മുഅ്ജിസത്തുകളിൽ അവർക്ക് യാതൊരുവിധ സ്വാധീനമില്ലെന്നും കേരളത്തിൽ പഠിപ്പിക്കുന്നത് ക്രൈസ്തവരെ പോലെ മുജാഹിദുകളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഇനിയും പറവാനുണ്ട്, മുജാഹിദുകൾക്ക് വഹിപ്പാൻ കഴിവില്ല. പിന്നീട് ഒരു പറയേണ്ടി വന്നാൽ അത് തന്നെ നമുക്ക് സംസാരിക്കാം. എന്നാലും വളരെ വാരി സംസാരിക്കുക. മുജാഹിദുകളല്ല, ഈ സമസ്തക്കാരുടെ ഖബർ പ്രേമം കൊണ്ടാണ് സുലൈമാൻ ഫാദറൊക്കെ ഇസ്ലാമിൽ നിന്ന് പോയത്. ഈ ഫാദർമാരൊക്കെ ഇസ്ലാമിൽ നിന്ന് പോകുന്നത് മുജാഹിദുകളുടെ പുസ്തകം വായിച്ചിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പല വിഷയത്തിലും ഇവരും ക്രിസ്ത്യാനികളും ഒരേ മോഡലാണ്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഫാദർ സുലൈമാൻ പറയുന്നത് പോലെ യേശു ക്രിസ്തു എല്ലാ അത്ഭുതങ്ങളും ചെയ്തോ? ഒരിക്കലും ചെയ്തിട്ടില്ല. ചില കാര്യങ്ങൾ ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷത്തിന്റെ 4-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ യേശുവിന്റെ മുമ്പിൽ കല്ലെടുത്തുകൊണ്ട് 40 ദിവസം പട്ടിണി കിടന്ന് വിഷമിച്ച യേശു ക്രിസ്തുവിനോട് ഇതൊന്ന് അപ്പമാക്കി നീ ഭക്ഷിച്ചുകൊള്ളൂ എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, പോകൂ സാത്താനെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് വിശുദ്ധ ലിഖിതത്തിലുണ്ടല്ലോ. ഇതേ അധ്യായത്തിന്റെ 8-9 ഭാഗങ്ങളിൽ നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ മലയിൽ നിന്ന് താഴേക്ക് ചാടുക, നിന്റെ കാൽ ഭൂമിയിൽ സ്പർശിക്കാതെ ദൈവം തന്റെ മലാഖമാരെ വിട്ട് താങ്ങിക്കൊള്ളുമെന്ന് പറയുമ്പോഴും യേശുക്രിസ്തു പറഞ്ഞു, സാത്താനെ പോകൂ. അദ്ദേഹം ചാടിയോ? ചാടിയില്ല. മത്തായി സുവിശേഷത്തിന്റെ തന്നെ 26-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ യേശുവിനെ കുരിശിൽ തറക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ പുറത്തൊരാൾ അടിക്കുകയും നീ ദൈവപുത്രനല്ലേ, ആരാണ് നിന്നെ അടിച്ചതെന്നൊന്ന് പറയുക എന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തില്ല. യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തില്ല. കുറേയേറെ കാര്യങ്ങൾ വേറെയുമുണ്ട്. മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിൽ മന്ദിരം പൊളിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് പുനർനിർമ്മിക്കുന്ന നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ കഴിയില്ലേ എന്ന് യേശുവിനെ വെല്ലുവിളിക്കുമ്പോൾ യേശു ക്രിസ്തു അത് സ്വീകരിക്കുന്നില്ല, മറിച്ച് അതിന് വിധേയനാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം ക്രൂശിൽ തറക്കപ്പെട്ട 2 ആളുകളിൽപ്പെട്ട ഒരാള് അയാളോട് നീ മനുഷ്യപുത്രനല്ല, നീ ദൈവപുത്രനല്ലേ, എങ്കിൽ ഞങ്ങളെയും നിന്നെയും ഒന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 30, 40, 39, 40, 41 വാക്യങ്ങളിൽ നമുക്ക് കാണാം. അവിടെയും യേശു ക്രിസ്തു അവരെ രക്ഷപ്പെടുത്തിയോ? ക്രൈസ്തവർക്ക് ന്യായീകരിക്കാം, അദ്ദേഹം കുരിശിൽ താങ്ങി മരിക്കാൻ വേണ്ടി വന്നതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്ന്. അത് ശരിയായിരിക്കും ചിലപ്പോ. പക്ഷെ അദ്ദേഹത്തോടൊപ്പം ക്രൂശിക്കപ്പെട്ട അവരെങ്കിലും ഒന്ന് യേശുവിനെ രക്ഷപ്പെടുത്തി കൂടായിരുന്നോ? അദ്ദേഹം അത് ചെയ്തില്ല. എന്താണ് ഇതൊക്കെ തെളിയിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല ആവശ്യപ്പെട്ട മുഅ്ജിസത്തുകളൊക്കെ കാണിക്കാതിരുന്നത്, യേശു ക്രിസ്തുവും അങ്ങനെയായിരുന്നു. പലപ്പോഴും രണ്ടുപേരും അത് കാണിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കണ്ണുപൊട്ടി വന്ന ആളുകൾക്ക് നബി തങ്ങൾ കണ്ണ് വെച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൈ തൂങ്ങി വന്ന ആളുകൾക്ക് ആ കൈ അള്ളാഹുവിന്റെ റസൂൽ വെച്ചു കൊടുത്തു. അങ്ങനെ എത്ര അത്ഭുതങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിനോട് ആടിന്റെ കുറവ് സംസാരിച്ചു. കുറച്ചപ്പത്തെ അള്ളാഹിന്റെ റസൂൽ വലുതാക്കി. 5000-ഓളം ആളുകൾക്ക് ഭക്ഷിക്കാൻ മാത്രം കേവലം ധാന്യമാവ് കൊണ്ടുള്ള അപ്പം അള്ളാഹിന്റെ റസൂൽ വർദ്ധിപ്പിച്ചു. പാറ വന്നു, പർവ്വതങ്ങളും മരങ്ങളുമൊക്കെ അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു.
ഇതൊക്കെ കൂടെ വെച്ചിട്ട് നാം പഠിച്ചാൽ യേശുക്രിസ്തു ആവട്ടെ, മുഹമ്മദ് നബി ആവട്ടെ, മറ്റ് പ്രവാചകന്മാരാവട്ടെ അള്ളാഹുവിന്റെ കൽപ്പനകളാൽ അത്ഭുതങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാവും. മുഹമ്മദ് നബി മോശക്കാരനും യേശു ഉഷാറെന്ന് പറയാൻ ഇതൊരു കാരണമല്ല. ഫാദർ ശരിക്ക് ഖുർആൻ പഠിക്കണം, ശരിക്ക് ബൈബിളും പഠിക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. വേണ്ട വിധം ഖുർആൻ പഠിക്കണം, അതേ പ്രകാരം ബൈബിളും പഠിക്കണം. അതല്ലാതെ നമുക്ക് തോന്നിയതുപോലെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയണം അയാൾ ഒരു മതക്കാരുടെ വികാരം വ്രണപ്പെടുത്താൻ വേണ്ടിയല്ല ഞാനിതൊന്നും പറയുന്നത് എന്ന്. ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും വന്നറിയില്ല ഇയാൾക്ക്. അതിന്റെ പുറമെ ബൈബിളിനെ കുറിച്ചും ഒരു സംഗതിയും അറിയില്ല. ഇസ്ലാമിനെ കുറിച്ച് ഇയാൾ പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ഹജ്ജ് ചെയ്യുന്നത് മദീനയിൽ പോയിട്ടാണ് എന്നൊക്കെ ഒരു വലിയ ഫാദർ പറയാണ്, അല്ലെങ്കിൽ ദാരി എന്നൊക്കെ പറയുന്ന ഒരാൾ. ഖുർആൻ പറയാണ്, യേശു ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. 2 ദിവസമുള്ളപ്പോൾ സംസാരിച്ചു, ചെളി കൊണ്ട് പക്ഷിയെ സൃഷ്ടിച്ചു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവർക്ക് ജീവൻ കൊടുത്തു. അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, വീണ്ടും വരും. എന്നാൽ മുഹമ്മദ് നബിയെ കുറിച്ച് ഇതൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഒരു നിസ്സാര കാര്യം. നിങ്ങൾ വേറെ മതക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ ഹൃദയം തുറക്കുകയാണ്, അത്രേ ഉള്ളൂ. മുഹമ്മദ് നബി മരിച്ചുപോയാളാണ്. മദീനയിലാണ് അദ്ദേഹത്തിന്റെ കല്ലറ. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നത് കല്ലറയിലേക്കാണ്. പക്ഷെ ഖുർആൻ പറയുന്നു യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന്. അപ്പൊ ചോദ്യം ഇതാണ്, മരിച്ചുപോയ ആളെ ഞാൻ സ്നേഹിക്കണമോ അല്ല ജീവനുള്ള ആളെ സ്നേഹിക്കണമോ? ഇതാണ് എന്റെ ചോദ്യം. ആളെ സ്നേഹിക്കണമോ ജീവിച്ചിരിക്കുന്ന ആളെ സ്നേഹിക്കണമോ? അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, ഹജ്ജ് ചെയ്യുന്നത് എവിടെയാണ്? റൗലയിൽ പോയിട്ടാണ് ഹജ്ജ് ചെയ്യുക. ആ റൗലക്ക് ചുറ്റും ഇങ്ങനെ നടക്കുന്നതിനാണ് തവാഫ് ചെയ്യുക എന്നൊക്കെ പറയാം. ഇയാളാണ് ദാരിമി ആവട്ടെ ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ? അതിൻ്റെ ഒക്കെ പുറമെ അയാൾ വേറെന്തൊക്കെ പറഞ്ഞു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അല്ലെങ്കിൽ പരിശുദ്ധ അള്ളാഹുവോ രോഗത്തെ സുഖപ്പെടുത്തുമെന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തുമില്ല. പരിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായത്തിന്റെ 55-ാം വാക്യത്തിൽ ഇന്നമാ വലിയക്കുമുള്ള എന്ന് പറയുന്ന ഭാഗങ്ങളിൽ റസൂലടക്കമുള്ള മഹാന്മാർ സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവല്ല. അള്ളാഹുവിനെ കുറിച്ചോ സൂറത്ത് ശുഅറാഇന്റെ 80-ാമത് സൂക്തത്തിൽ വൈദാ മരിൽതു വഹുവ യശ്ഫീൻ, എനിക്കെങ്ങാനും രോഗം വന്നാൽ അള്ളാഹു അത് സുഖപ്പെടുത്തുമെന്നും പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഈ ഫാദർ ഖുർആനിന്റെ മേലിൽ പച്ചക്കള്ളം പറയുന്നു, അള്ളാഹു രോഗം സുഖപ്പെടുത്തുമെന്ന് ഒരിക്കലും ഖുർആനിൽ പറയുന്നില്ല. ഇയാൾ ഏത് ഖുർആനാണ് പഠിച്ചത്? അതിന്റെ പുറമെ അയാളുടെ ഒരു വലിയ ചോദ്യം, ജീവിച്ചിരിക്കുന്ന ആളെ സ്നേഹിക്കണമോ മരിച്ചിരിക്കുന്ന ആളെ സ്നേഹിക്കണമോ? ഉഹദിന്റെ രണാങ്കളത്തിൽ മഹാന്മാരായ സഹാബാക്കളുടെ ആത്മവീര്യം തകർക്കാൻ വേണ്ടി ശത്രുക്കൾ ഒരു കുപ്രചാരണം അഴിച്ചുവിട്ടു. മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന സമൂഹത്തിന് അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം വന്നു. ഇനി എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം? ആർക്ക് വേണ്ടിയായിരുന്നോ നാം ജീവിച്ചത്? ആർക്ക് വേണ്ടിയായിരുന്നോ നമ്മുടെ ആത്മാവ് പണയപ്പെടുത്തിയത്? കുടുംബത്തെയും സമ്പത്തിനെയും വിട്ടേച്ചുകൊണ്ട് ആരെ പിന്തുടർന്നാണ് നാം ജീവിച്ചത്? ആ മഹാൻ മരണപ്പെട്ടിരിക്കുന്നു. ഇനി എന്തിനു വേണ്ടി നാം യുദ്ധം ചെയ്യണമെന്ന രൂപത്തിൽ പലരും ആയുധം താഴെ വെച്ചപ്പോൾ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇമ്മാത ഔ ഖുതില അൻഖലബതും അലാ അഖാബികും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഒരു പ്രവാചകനാണ്. നബിയുടെ മുമ്പ് ധാരാളം പ്രവാചകന്മാർ വന്നു. അവർ മരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി ഒന്ന് മരിച്ചുവെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ എന്നൊരു ചോദ്യം പരിശുദ്ധ ഖുർആൻ ഉന്നയിക്കുന്നുണ്ട്. മഹാന്മാരായ സഹാബാക്കൾ ഈ സൂക്തം കേട്ടപ്പോൾ ഊർജ്ജസ്വലരായി. അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ട് കിടക്കുന്നത് വിശ്വസിക്കാതിരുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പോലെയുള്ള ആളുകളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായിരുന്ന സിദ്ദീഖുൽ അക്ബർ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗം നടത്തി. അവർക്കൊക്കെ അത് ഉൾക്കൊണ്ടു. മുസ്ലിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? എന്നെന്നും ജീവിച്ചിരിക്കുന്ന യേശു അടക്കം മുഹമ്മദ് നബി അടക്കം ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ അള്ളാഹുവിനെയാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്. അവനാണ് ലോകത്തുള്ള ഓരോ ചലനവും നിയന്ത്രിക്കുന്നത്. രോഗം സുഖപ്പെടുത്തുന്നത് അവനാണ്.
ഏത് ഫാദർ എന്ത് പറഞ്ഞാലും പരിശുദ്ധ ഖുർആനും ഹദീസും ഇസ്ലാമും അനുസരിച്ച് ഒരു മുസ്ലിം വിശ്വസിക്കുന്നത് എല്ലാ കഴിവിന്റെയും സഹായത്തിന്റെയും അടിസ്ഥാനം അല്ലാഹു ആണെന്നാണ്. ആരും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നില്ല. അതാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളെ പോലെയുള്ളവരോട് ചോദിച്ചത്, നിങ്ങളൊക്കെ ആരാധിച്ചിരുന്നത് അള്ളാഹുവിനെയാണെങ്കിൽ ആ അള്ളാഹു എന്നെന്നും ജീവിക്കുന്നു, നിങ്ങൾ ആരാധിച്ചിരുന്നത് മുഹമ്മദ് നബിയെയാണെങ്കിൽ മുഹമ്മദ് നബി മരണപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് നിത്യനായ എന്നെന്നും ജീവിക്കുന്ന സർവശക്തനായ അള്ളാഹുവിനെയാണ്. അതിന്റെ പുറമെ ഫാദറിന്റെ ഒരു പുതിയ സിദ്ധാന്തമുണ്ട്, മരണപ്പെട്ടവരെ സ്നേഹിക്കണോ ജീവിച്ചിരിക്കുന്നവരെ സ്നേഹിക്കണോ? ഈ സുലൈമാൻ ഫാദറിന്റെ അമ്മ മരിച്ചു പോയാൽ അതോടുകൂടെ അയാൾക്ക് സ്നേഹം പോയോ? ഈ സുലൈമാൻ ഫാദറിന്റെ പിതാവ് മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക, അതോടുകൂടെ അദ്ദേഹത്തിന് സ്നേഹം പോയോ? ഒരുപക്ഷെ അവരൊക്കെ യഥാർത്ഥ ദീനിൽ നിലകൊള്ളുന്നത് കൊണ്ട് ഇയാൾക്ക് സ്നേഹം ഉണ്ടാവില്ല. എന്നാൽ ഈ ഫാദർ സുലൈമാനിന്റെ ഭാര്യ മരണപ്പെട്ടു, അതോടുകൂടെ അവരെ സ്നേഹിക്കാൻ പാടില്ല എന്നൊരു സിദ്ധാന്തം ഏത് ബൈബിളിൽ നിന്നാണ് ഈ ഫാദറിന് കിട്ടിയത്? അല്ലെങ്കിൽ ലോകത്തെ ഏത് നീതിശാസ്ത്ര പുസ്തകത്തിൽ നിന്നാണ് ഈ ഫാദർ കണ്ടെത്തിയത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോന്ന് പറയുക. അതിനപ്പുറം അയാളുടെ പ്രസംഗത്തിൽ കാര്യമായ ഒരു വിവരമൊന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ അയാൾ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ജഡരൂപം പ്രാപിച്ച് നമുക്കിടയിൽ പാർത്തു. കാര്യം ഖുർആൻ പറയാണ് യേശു വചനമാണ്. വചനം എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം മനുഷ്യനായെന്ന 14-ാമത്തെ വാക്യം യോഹന്നാൻ 1. യോഹന്നാൻ 1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു. അപ്പൊ ഖുർആനും ബൈബിളും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട് ഈസാ നബി വചനമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വചനമായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്. പ്രത്യേകമായി സാധാരണഗതിയിലുള്ള പിതാവിന്റെയും മാതാവിന്റെയും സംസർഗം വഴി സിക്താണ്ഡം രൂപപ്പെട്ടിട്ടുള്ള ഒരു സാധാരണ ഒരു പ്രസവമല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായത്. മറിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമാകുന്ന കുൻ എന്നുള്ള കൽപ്പന മുഖേനയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗർഭം ആയതും പ്രസവിക്കപ്പെട്ടതും. ഇതിനെക്കുറിച്ചാണ് ഖുർആൻ വചനം എന്ന് പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ദൈവത്തിന്റെ വചനം യേശുവിന്റെ സമയത്ത് ജഡരൂപം പ്രാപിച്ചുകൊണ്ട് പോന്നു. അതിന്റെ ശേഷം ഫുള്ള് ദൈവം ഊമയായി എന്ന് ഖുർആനോ ബൈബിളോ പഠിപ്പിക്കുന്നില്ല. വചനം എല്ലാം കൂടെ കട്ട പിടിച്ച് അങ്ങനെയാണ്. വചനം ജഡരൂപം പ്രാപിച്ച് നമുക്കിടയിൽ പാർത്തു. ദൈവമാകുന്ന യഹോവയുടെ വചനം ജഡരൂപം പ്രാപിച്ച് അയാളുടെ ആ വചന സിദ്ധിയൊക്കെ അങ്ങോട്ട് നശിച്ച് പിന്നീട് അത് യേശുവായി മാറി എന്നുണ്ടെങ്കിൽ യേശുവിനോട് പിന്നീട് സംസാരിച്ചിരുന്ന ദൈവം എങ്ങനെയാണ് സംസാരിച്ചത് എന്നൊരു ചോദ്യം വരും. മത്തായിയുടെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ യേശു സ്നാനം ചെയ്ത് കയറിയപ്പോൾ സ്വർഗം തുറന്ന് ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു വചനം സ്വർഗത്തിൽ നിന്ന് കേൾക്കാനായി എന്ന് നമുക്ക് കാണാം. ഈ വചനം ആരുടേതായിരുന്നു? വചനം ജഡരൂപം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഒരു യേശുവായി മാറി എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗർഭമുണ്ടായി പ്രസവിക്കപ്പെട്ടു എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാദർ സുലൈമാൻ ഇതും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പിന്നെ ഒരു ചർച്ചമുണ്ട്, ആ വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറയുന്ന യോഹന്നാന്റെ ആ കുറിച്ച് വചനം ദൈവത്തിൻ്റെതായിരുന്നു എന്നായിരുന്നു ആദ്യകാല ബൈബിളിലുള്ളത്. പിന്നീടാണ് വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറയുന്നത്. എന്തിന്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകസത്യ ദൈവത്തെയായിരുന്നു ഈസാ നബി പ്രബോധനം ചെയ്തത്. AD 325 നിഖിയായിൽ വെച്ച് നടന്ന ഒരു സുന്നഹദോസിൽ വെച്ചാണ് ഈസാ നബി ദൈവത്തിന്റെ ഭാഗമാണെന്ന് ഇവർ പഠിപ്പിക്കുന്നത്. അതുവരെയും ഈസാ നബി ദൈവത്തിന്റെ ഭാഗമല്ലായിരുന്നു ഇവർക്ക്. പിന്നീട് അതിന് പറ്റുന്ന വിധത്തിൽ ബൈബിൾ വളച്ചൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള വചനം ജഡരൂപം പ്രാപിച്ച് നമുക്കിടയിൽ പാർത്തു എന്നൊക്കെ വരുന്നത്. പിന്നെ ദൈവം എന്ന് യേശുവിനെ കുറിച്ച് പ്രയോഗിച്ചിട്ടില്ലേ? യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിൽ പറയുന്നത് കാണാം, ദൈവത്തിന്റെ സന്ദേശങ്ങൾ കിട്ടുന്ന ആളുകൾ ദൈവമെന്ന് നിങ്ങൾ പറയാറില്ലേ? ദൈവം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ദൈവം എന്ന് വിശുദ്ധ ലിഖിതത്തിലില്ലേ എന്നൊക്കെ യേശു പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒക്കെ അർത്ഥം? ദൈവത്തോട് ബന്ധപ്പെട്ട ഒരാൾ എന്ന് മാത്രം. നമ്മുടെ ഫാദർ സുലൈമാൻ ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അയാളുടെ കുറേ അബദ്ധങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു അബദ്ധം അയാൾ പറയുന്നത്, ഏതാനും ചിലതുകൂടി ഇനി നമുക്ക് സംസാരിക്കണം. അയാൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട അബദ്ധം, ഖുർആനിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബൈബിൾ വായിച്ചുകൊണ്ട് അത് ശരിപ്പെടുത്തണം. ഇങ്ങനെ ഒരു ഖുർആനും പറഞ്ഞിട്ടില്ല, നമുക്കത് വിശകലനം ചെയ്യാം. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഖുർആൻ തുറന്നപ്പോൾ കണ്ട വചനം ഖുർആനിന്റെ 10-ാം അധ്യായം 94-ാം വാക്യം.
എന്താ പറയുന്നതെന്നറിയോ? فإن كنتم في شك مما أنزلنا إليك فاسأل الذين يقرؤون الكتاب من قبلك لقد جاءك الحق فلا تكونن من الممترين. ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഈ ഖുർആനിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നീ പോയി ബൈബിൾ വായിക്കുക, അപ്പോൾ നിന്റെ സംശയം തീരും എന്ന. അങ്ങനുണ്ട്. ഞാൻ ഇറക്കിയ ഖുർആനിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബൈബിൾ പോയി വായിക്കുക, നിന്റെ സംശയം തീരും. ഏതാണ് ഈ ബൈബിൾ? നമുക്ക് കുറച്ച് കൂടുതൽ പറയേണ്ടി വരും. ചുരുക്കി മാത്രം ഞാൻ പറയാം. ബൈബിൾ പുതിയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകമായിട്ട് ഇപ്പോൾ രേഖപ്പെട്ട് കാണുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. അത് എന്ന് വിരചിച്ചു എന്നതിനെ കുറിച്ച് ക്രൈസ്തവർ പരമാവധി അടുപ്പിച്ച് പറഞ്ഞാൽ തന്നെ AD 37 അതായത് യേശുവിൻ്റെ കുരിശുമരണ സംഭവം, ഇവരുടെ ഭാഷയിൽ യേശുവിൻ്റെ കുരിശുമരണ സംഭവം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞിട്ടാണ് മത്തായി അയാളുടെ സുവിശേഷം എഴുതുന്നത്. നാലാമത്തെ സുവിശേഷം യോഹന്നാൻ്റേതാണ്. യോഹന്നാൻ അയാളുടെ ബൈബിൾ എഴുതുന്നത് AD 90 അല്ലെങ്കിൽ AD 110. എന്ന് വെച്ചാൽ യേശുവിൻ്റെ കുരിശു സംഭവത്തിൻ്റെ 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് യോഹന്നാൻ അയാളുടെ പുസ്തകം എഴുതുന്നത്. ഏറ്റവും അടുത്ത് കിടക്കുന്ന മത്തായി സുവിശേഷം വരെ ഏകദേശം 40 വർഷം കഴിഞ്ഞിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതാണോ പരിശുദ്ധ ഇഞ്ചീൽ? ഖുർആനിൽ ഇഞ്ചീലിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഈസാ നബിക്ക് നാം ഇഞ്ചീലിനെ നൽകി. നേരത്തെ നമ്മുടെ ഫാദർ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തല്ലോ. ഇഞ്ചീലിനെ പഠിപ്പിച്ചു കൊടുത്തു. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അദ്ദേഹം പ്രബോധനം ചെയ്തിരുന്ന ബൈബിളിൽ തന്നെ യേശു ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചു നടന്നു എന്ന് പരാമർശിക്കുന്ന ആ സാധനമാണ് ഇഞ്ചീൽ. ഈ സാധനമാണ് ഇഞ്ചീൽ. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, ഈസാ നബി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആ സാധനം. നേരെ മറിച്ച് ബൈബിളിലെ മത്തായി സുവിശേഷമോ ഏറ്റവും പ്രാചീനമായ മത്തായി സുവിശേഷം വരെ AD 37 രചിക്കപ്പെടുന്നത്. പിന്നെ ഈ ബൈബിൾ വായിക്കണമെന്നാണോ ഖുർആൻ പറയുന്നത്? ഒരിക്കലുമല്ല. മറ്റു പലതും നമ്മൾ പറയേണ്ടി വരും. ബൈബിളിൽ 14 അധ്യായം 27 പുസ്തകത്തിലെ 14 എഴുതിയത് യേശുവിനെയും അദ്ദേഹത്തിൻ്റെ മതത്തെയും അദ്ദേഹത്തിൻ്റെ വേദത്തെയും കുഴപ്പിക്കാൻ വേണ്ടി, കലക്കാൻ വേണ്ടി വന്ന വിശുദ്ധ പൗലോസാണ്. അയാളുടെ ശ്ലീഹാധികാരം സമർത്ഥിക്കാൻ വേണ്ടി പലർക്കും എഴുതിയ കത്തുകൾ 14 സ്ഥാനം പിടിച്ചിരിക്കുന്നു. ബാബു പോൾ തന്നെ പറയുന്നത് കാണാം. വിശുദ്ധ വേദത്തിൽ 27 പുസ്തകമാണ് പുതിയ നിയമമുള്ളത്. അതെല്ലാ സഭയും ഒത്തുവന്നിട്ടുണ്ട്. നേരെ മറിച്ച് പഴയ നിയമം 66 40 39 തർക്കമുണ്ട്. പലതും ഒഴിവാക്കിയിട്ടുണ്ട്. എന്തിനത് ഒഴിവാക്കി എന്നതിനെ കുറിച്ച് കൃത്യമായ ന്യായീകരണമില്ല. നമുക്ക് പറയാൻ പറ്റും അവർ എന്തിനൊഴിവാക്കി. അവർ ഈ പറയുന്ന ദൈവമായ യേശുവിനെ സമർത്ഥിക്കാത്തതെല്ലാം അവർ ഒഴിവാക്കി. ഇങ്ങനെയുണ്ടായിട്ടുള്ള പിന്നെയും പല തിരുത്തലും നടന്നിട്ടുള്ള വൈരുദ്ധ്യം തന്നെ പറയുന്ന മത്തായി സുവിശേഷത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് മരണപ്പെടുന്നത് കെട്ടിത്തൂങ്ങിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ്. എന്നാൽ 5ാം പുസ്തകമാകുന്ന അപ്പോസ്തല പ്രവർത്തികളുടെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അയാൾ യേശുവിനെ ഒറ്റിക്കൊടുത്തത് കൊണ്ട് കിട്ടിയതായ പൈസ കൊണ്ട് ഒരു സ്ഥലം വാങ്ങുകയും ആ സ്ഥലത്ത് വീണ് കുടല് പുറത്തു ചാടി മരണപ്പെട്ടു എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അദ്ദേഹത്തോടൊപ്പം ക്രൂശിക്കപ്പെട്ട ആളുകളിൽപ്പെട്ട ഒരാൾ ഇയാളോട് പരിഹസിച്ചു എന്നാണ്. എന്നാൽ മറ്റ് 2 സുവിശേഷങ്ങളിലുള്ളത് 2 പേരും ഒരുപോലെ പരിഹസിച്ചു എന്നാണ്. ഇങ്ങനെയുള്ള സഭ്യതയ്ക്ക് നിരക്കാത്ത ഉത്തമഗീതം എസ്ഖിയേലിന്റെ 32-ാം അധ്യായവും ഒക്കെയുള്ള ഈ ബൈബിളിനെ കുറിച്ചാണോ അത് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞത്? ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംശയമുണ്ടായതുകൊണ്ട് കൽപ്പിക്കുകയുമല്ല അത്. മറിച്ച് ഈ വേദത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ യഥാർത്ഥ രൂപത്തിൽ തൗറാത്ത് പഠിച്ചിട്ടുള്ള, ഇഞ്ചീൽ പഠിച്ചിട്ടുള്ള വറഖത്ത് ബിൻ നൗഫലിനെ പോലെയുള്ള ആളുകളോട് ചോദിച്ചു നോക്കുക. അദ്ദേഹം പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്ന സന്ദർഭത്തിൽ ഒരു ശക്തനായ യുവാവായി ഞാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആദ്യമായി വിശ്വസിക്കുക ഞാനായിരിക്കും. അങ്ങനെ വേദത്തിൽ അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ട് പല പുരോഹിതന്മാരും ഇസ്ലാമിലേക്ക് വന്നു. പല പുരോഹിതന്മാരുടെയും വാക്ക് കേട്ടും പല ആളുകളും ഇസ്ലാമിലേക്ക് വന്നു. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ ബഹീറയെ പോലുള്ള പുരോഹിതന്മാരുടെ വാക്ക് കേട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങനെ വേദത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളോട് എന്താണ് പ്രവാചകത്വം, എന്താണ് ദൈവസങ്കല്പം, അതൊക്കെ മുഹമ്മദ് നബി പറയുന്നത് തന്നെയല്ലേ എന്ന് ഏതെങ്കിലും ജൂതനോ ക്രൈസ്തവനോ സംശയമുണ്ടെങ്കിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞതിനെയാണ് ഈ അബദ്ധ സുവിശേഷത്തിന്റെ മേലിലേക്ക് നമ്മുടെ ഫാദർ സുലൈമാൻ
ചേർത്തി പറയുന്നത്. ഇതൊക്കെ ഏതൊരു ദൈവമാണ് ഫാദറിനെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ദൈവത്തെ പരീക്ഷിക്കുന്ന സാത്താനായിരിക്കും. യാക്കോബുമായിട്ട് ദൈവം തമ്പുരാൻ ഗുസ്തി പിടിക്കുന്നത് ബൈബിളിലുണ്ട്. ദൈവം തമ്പുരാൻ ഗുസ്തി പിടിക്കാൻ യബ്ബോക്ക് കടവ് കടന്നുകൊണ്ട് യാക്കോബ് കുടുംബസമേതം ഇങ്ങനെ വരുന്നത് ദൈവം കേട്ടു. ആരാണത് എന്ന് ദൈവം ചോദിച്ചപ്പോൾ ഞാനാണ് എന്ന് യാക്കോബ് ഉത്തരം കൊടുത്തു. തല്ല് തുടങ്ങാണ്. അങ്ങനെ ദൈവം യാക്കോബുമായി മൽപ്പിടുത്തം നടത്തി. ദൈവത്തിന് യാക്കോബിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഉഷസ്സുയരുവോളം, സൂര്യൻ ഉദിച്ചു പൊങ്ങുവോളം ആ തല്ല് തുടർന്നു. അവസാനം ദൈവത്തോട് തല്ലുകൂടി വിജയിച്ച കാരണത്താൽ ഇനി മുതൽ നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കട്ടെ എന്ന് പറയുന്നത് ബൈബിളിലുണ്ട്. ഇതാണ് അവരുടെ ദൈവം. രോഗം മാറ്റും, എല്ലാം ശരിയാക്കും, ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് എനിക്കൊരു അഡ്രസ്സായി എന്നൊക്കെ നമ്മളെ സുലൈമാൻ ഫാദർ കരഞ്ഞു പറയുന്ന ദൈവത്തിന്റെ കഥയാണിത്. കുറച്ച് തൻ്റെ ഇടവും കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ള ഒരാൾ, മൈക്ക് ടൈസൺ, ഇവാൻഡൽ ഹോളിഫീൽഡൊക്കെ ഒന്നിങ്ങനെ മാഷറയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അയാളോട് നരകത്തിലേക്ക് പോകാൻ വേണ്ടി വിശുദ്ധ പത്രോസ് പറയുമ്പോൾ എങ്ങോട്ട് പോവേണ്ടി നിന്ന് ഒരു ചോദ്യം കണ്ണുരുട്ടി ഹോളിഫീൽഡ് ചോദിച്ചാൽ ഒറ്റ ഇടിക്ക് 2 സെക്കൻഡ് കൊണ്ട് എതിരാളിയെ കളത്തിൽ വീഴ്ത്തുന്ന മൈക്ക് ടൈസൺ ചോദിച്ചാൽ എന്ത് ചെയ്യും ഈ ദൈവം? എന്ത് ചെയ്യും ഈ ദൈവം? ആലോചിച്ച് നോക്കുക. ഞാനും ഫാദറിനെ ഉദ്ധരിക്കാൻ, ഏതെങ്കിലും വ്യത്യസ്ത മതക്കാരുണ്ടെങ്കിൽ അവരുടെ വികാരം വ്രണപ്പെടുത്താനല്ല പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സ് തുറക്കുകയാണ്, ഒപ്പം ബൈബിളും തുറക്കുകയാണ്. മനസ്സ് തുറക്കുകയാണ്, ബൈബിളും തുറക്കുകയാണ്. ഒരു ശക്തനായ ആൾ പോയിട്ട് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് കണ്ണുരുട്ടി ചോദിച്ചാൽ ഈ ദൈവം എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിക്കോ, നിന്റെ ചോയ്സാണ് അതെന്ന് പറയേണ്ടി വരും. ഈ ദൈവത്തെ വിശ്വസിക്കണമോ, സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കണമോ? അതാണ് എൻ്റെ ചോദ്യം. നേരത്തെ ഫാദർ ചോദിക്കുന്നുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്ന യേശുവിനെ വിശ്വസിക്കണമോ, മരിച്ചുപോയ മുഹമ്മദിനെ വിശ്വസിക്കണോ? അതാണ് അയാളുടെ ചോദ്യം. യാക്കോബിനോട് തല്ലുകൂടി പരാജയപ്പെടുന്ന ശക്തിരഹിതനായ ദൈവത്തെ വിശ്വസിക്കണമോ, അതോ സർവശക്തനായ എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാനെ വിശ്വസിക്കണമോ? അതാണ് വിശ്വാസികൾ സുലൈമാൻ ഫാദറിനോട് നടത്തുന്ന ചോദ്യം. ഇതാണ് ബൈബിൾ വായിക്കാൻ പറഞ്ഞതിന്റെ രഹസ്യം. കുറെ ചെറുപ്പക്കാർ അതിലൊരു സംശയമായിരിക്കുന്നു. പലരും എന്നെയൊക്കെ ഫോണിൽ വിളിച്ചു, അല്ല ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ബൈബിൾ വായിച്ചാൽ ഈ സംശയമൊക്കെ തീരുന്നു സുലൈമാൻ ഫാദർ പറയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, തെറ്റിദ്ധരിക്കരുത്. ഈ അബദ്ധ പ്രഘോഷണങ്ങളെയല്ല ഖുർആൻ വായിക്കാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈസാ നബിക്ക് ഇറങ്ങിയതായ പരിശുദ്ധ ഇഞ്ചീലിനെയാണ് ഖുർആൻ വായിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വേദക്കാരോട് ചോദിക്കാൻ പറയുന്നത്. ഈസാ നബിയുടെ കുരിശ് സംഭവത്തിന്റെ 37 വർഷം കഴിഞ്ഞിട്ട് രചന തുടങ്ങിയ മത്തായിയെയല്ല, 90 110 വർഷം കഴിഞ്ഞിട്ട് രചന തുടങ്ങിയ യോഹന്നാനെയല്ല, അതിന്റെ ഇടയിലും ബാക്കിലുമായിട്ട് രചിക്കപ്പെട്ട മറ്റു സുവിശേഷങ്ങളെയല്ല. ഖുർആന്റെ പേരിൽ എത്ര പച്ചയായിട്ടാണ് ഇയാൾ കളവ് പറയുന്നത്. ഒരൊറ്റ കാര്യം ഞാൻ കേൾപ്പിക്കാം. എത്ര വ്യക്തമായ കളവാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. അച്ഛൻ വന്നിട്ട് ഒരു വചനം വായിച്ച് അതിന് വ്യാഖ്യാനം കൊടുത്തു. ആ വ്യാഖ്യാനം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം മുസ്ലിമീങ്ങളുടെ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളിലും അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന. ഓ മനുഷ്യരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടിമകളാണ്, ഞാൻ നിങ്ങളുടെ യജമാനനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. അള്ളാഹു പറയാണ്, ഞാൻ അവൻ്റെ അടിമയാണ്, അവൻ എൻ്റെ യജമാനനാണ്. അടിമയ്ക്ക് യജമാനനെ സ്നേഹിക്കാൻ പറ്റിയല്ല, യജമാനന് അടിമയെ സ്നേഹിക്കാൻ പറ്റില്ല. എന്നെ ഒരാൾ അടിമയെ എന്ന് വിളിക്കുന്നത് എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ അടിമയെ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ എനിക്കങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നില്ല. മറിച്ച് എന്നെ മകനെ എന്ന് വിളിക്കുന്ന യേശുവിനെ എനിക്ക് എളുപ്പമായി സ്വീകരിക്കാൻ സാധിച്ചു. പരിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളിലും അള്ളാഹു പറയുന്നത് എന്താണ്? വഇബാദുർ റഹ്മാൻ. അല്ലേ? പരിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രയോഗം ഉള്ളത്. ഇയാൾ എന്നെ പലപ്പോഴും കാണാം, ഖുർആനിന്റെ നമ്പർ ഇങ്ങനെ പറയുന്നു, 114 അധ്യായം 114 അധ്യായം. ഈ 114 അധ്യായത്തിൽ 25-ാമത്തേതായിട്ട് അവതീർണമായിട്ടുള്ള അല്ലെങ്കിൽ 25-ാമതായിട്ടുള്ള സൂറത്തുൽ ഫുർഖാനിൽ മാത്രമാണ് വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറയുന്ന വാക്യമുള്ളത്.
എന്നിട്ട് ഫാദർ സുലൈമാൻ പച്ചക്കള്ളം പറയുന്നു. പരിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായത്തിലും അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, വഇബാദുർ റഹ്മാൻ. അതിന്റെ പുറമെ അയാൾ അതിനർത്ഥം വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ നിങ്ങളുടെ ഉടമയാകുന്നു, നിങ്ങൾ എൻ്റെ അടിമയാകുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. അതാ ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ വിശ്വസ്തരായ അടിമകൾ, ദാസന്മാർ. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഈ ഭൂമുഖത്തൂടെ ശാന്തരായിക്കൊണ്ട് വളരെ വിനയത്തോടുകൂടെ അവർ നടക്കും. ഇതാണ് ഖുർആനിലുള്ളത്. ഇതിന്റെ അർത്ഥമാണ് ഫാദർ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഉടമയാണ്, നിങ്ങൾ എൻ്റെ അടിമയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. അതിന്റെ പുറമെ ഇത് ഖുർആനിലെ എല്ലാ വാക്യത്തിലും ഉണ്ട്, എല്ലാ അധ്യായത്തിലും ഉണ്ട്. മറ്റൊരു കാര്യം കൂടി ഫാദർ പറഞ്ഞു, ഒരടിമക്ക് ഉടമയെ സ്നേഹിക്കാൻ പറ്റില്ല. അത് ഇവർ പഠിപ്പിക്കുന്ന അടിമയും ഉടമയുമാണ്. സത്യം പറഞ്ഞാൽ അടിമയെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറയുന്ന അടിമ അങ്ങനെയാണോ? അള്ളാഹു സൃഷ്ടിച്ചു, എല്ലാ രൂപത്തിലും ആ സൃഷ്ടാവിനെ വിധേയപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ അടിമയായിട്ടാണ് മനുഷ്യരും മറ്റു സൃഷ്ടികളൊക്കെ ഉള്ളത്. അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധരായിട്ട് ഒന്നും പ്രവർത്തിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഇതല്ലാതെ സാധാരണ ഈ ക്രൈസ്തവ യൂറോപ്പൊക്കെ പലപ്പോഴും ആഫ്രിക്കൻ നാടുകളിൽ നിന്നൊക്കെ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ടുപോയി മൃഗീയമായി പീഡിപ്പിച്ച് അടിമകളാക്കി വെച്ചിരുന്നു. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ബ്രിട്ടീഷുകാർ അത് ചെയ്തിരുന്നു, പാതിരിമാർ അത് ചെയ്തിരുന്നു. ആ അടിമയുടെ പ്രയോഗമാണ് ഖുർആനിൽ നടത്തുന്ന ഇബാദുർ റഹ്മാൻ? ഒരിക്കലുമല്ല. പക്ഷേ ഫാദർ അങ്ങനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിന്റെ പുറമെ ഫാദർ ഒരു ഭയങ്കര വർത്താനം പറഞ്ഞു, എന്നെ അടിമയെ എന്ന് വിളിക്കുന്ന ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല, എന്നെ അടിമയെ എന്ന് വിളിക്കുന്ന ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഫാദർ സുലൈമാൻ വളരെ വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, ഈ ഒരു സിദ്ധാന്തവുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എങ്ങനെ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ യഹോവയാം ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? നിങ്ങൾ ബൈബിൾ പഠിച്ചിട്ടില്ല. ഖുർആൻ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ചു നോക്കാനുള്ള സന്ദർഭം, സമയം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ബൈബിളിലെ ഏറ്റവും അവസാനത്തെ അധ്യായം യോഹന്നാനുണ്ടായ വെളിപാട്, യേശുക്രിസ്തുവിന്റെ വെളിപാട്, വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് പറഞ്ഞു കൊടുത്തു. വെളിപാട് പുസ്തകം ആരംഭിക്കാൻ ഏറ്റവും പെട്ടെന്ന് സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ തന്റെ അടിമകളെ കാണിച്ചു കൊടുക്കാൻ യഹോവയാം ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. ഇവിടെ മാത്രമാണോ ഇതുള്ളത്? പുതിയ നിയമത്തിൽ തന്നെ യാക്കോബ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ തുടക്കത്തിൽ പറയുന്നത് യാക്കോബ് അടിമയാണെന്നാണ്. മറ്റ് തിത്തീസും ഫിലിപ്പീസും ഒക്കെ പറയുന്ന കുറെ പുസ്തകങ്ങൾ, എത്രയോ പുസ്തകങ്ങൾ വേറെയും നമുക്ക് കാണാൻ പറ്റും. കൊലേസ്റ്റർ എന്ന പുസ്തകമുണ്ട് ഈ പുതിയ നിയമത്തിൽ. അതിന്റെ 4-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ യേശുവിന്റെ അടിമ എന്ന പ്രയോഗമുണ്ട്. പൗലോസിനെ കുറിച്ച് യേശുവിന്റെ അടിമ എന്ന് യൂദാ പുസ്തകത്തിൽ നമുക്ക് കാണാം. അതല്ലെങ്കിൽ ബൈബിളിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നമുക്ക് കാണാം. യൂദയുടെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ അടിമ എന്ന പ്രയോഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2-ാം പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യത്തിൽ പത്രോസ് ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടിമ എന്ന പ്രയോഗമുണ്ട്. ഫാദർ സുലൈമാനോട് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, അടിമ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ, യേശു ക്രിസ്തു പത്രോസിനെ കുറിച്ച് അടിമ എന്ന് പറയുന്നെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? അതല്ലെങ്കിൽ യാക്കോബിനെ കുറിച്ച് അടിമ എന്ന് പറയുന്നുവെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? ബൈബിൾ പഠിക്കണം, ഖുർആനും പഠിക്കണം. അതൊക്കെ വേണ്ട വിധത്തിൽ തന്നെ ആവുകയും വേണം. അടിമ എന്ന് ഖുർആൻ പറഞ്ഞതോടുകൂടെ അയാൾക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലത്രേ. ആദ്യമായിട്ട് കേൾക്കായിരുന്നു. അന്ന് ക്രിസ്ത്യാനി ആയതിനു ശേഷം അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പരമാവധി ഓരോ ന്യായം പറയാ. ഞാൻ നേരത്തെ നസീർ ഹബീബിന്റെ കഥ പറഞ്ഞല്ലോ, ഏതായാലും അതിൽ കൂടി. എന്നാൽ അവിടെ ഒന്ന് ഷെയിൻ ചെയ്യാൻ വേണ്ടി പരമാവധി കത്തിയടിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. ഈ ഫാദർ പല വാക്യങ്ങളും വേറെയും ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലൊക്കെ അദ്ദേഹത്തിന്റെ മറിയം ഖുർആനിലും ബൈബിളിലും എന്ന് പറയുന്ന CD-യിൽ അയാൾ ദുർവ്യാഖ്യാനങ്ങളുടെ പ്രഘോഷണം നടത്തുന്നത് നമുക്ക് കാണാനാവും. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഇങ്ങനെ പരിശുദ്ധ ഖുർആനും ബൈബിൾ സുവിശേഷങ്ങളിലുമൊക്കെ മനുഷ്യരെ കുറിച്ച് അടിമ എന്ന് തന്നെ പ്രയോഗമുണ്ട്. അടിമ എന്ന് പ്രയോഗമുണ്ട്.
അതൊക്കെ ഏതർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇവർ പണ്ട് കാണിച്ചിരുന്നത് പോലെ യൂറോപ്യർ ആഫ്രിക്കക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് മൃഗീയമായി പീഡിപ്പിച്ച് മുറിയുവോളം ജോലി എടുപ്പിച്ചിരുന്ന ആ അടിമയല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ വിധേയപ്പെട്ട് നടക്കുന്ന എൻ്റെ രക്ഷിതാവ് എന്ന അർത്ഥത്തിലാണ് ഈ ഉടമപ്രയോഗവും അടിമപ്രയോഗവും. ഇത് കാരണമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോണ്ട കാര്യമൊന്നുമില്ല. ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഈ ക്രൈസ്തവ മതത്തിലും ഈ ഫാദർ നിൽക്കരുത്, അയാൾക്ക് യുക്തിവാദത്തിലേക്കോ മറ്റോ പോവാം. ബൈബിളിനെ കുറിച്ച് തന്നെ ഒരു വിവരവുമില്ലാതെ ഇയാളുടെ കുറെ ഭാഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ദൈവപുത്രൻ, ദൈവമക്കൾ എന്നൊക്കെ പറയുന്ന ഭാഗം. യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു. ഒന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നമ്മൾ 2 പ്രാവശ്യം വായിച്ചു, അത് വ്യാഖ്യാനിച്ചും വായിച്ചു. പക്ഷെ നമുക്ക് ആർക്കും ഇത് മനസ്സിലായിട്ടില്ല. കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ വിശ്വസിക്കുന്നവരെന്ന് വലത് കയർത്തിയേ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്. ആ കൈയൊന്ന് വീശി കാണിച്ചേ, നന്നായി വീശി കാണിച്ചേ. അടുത്തുള്ളവൻ്റെ തലയിൽ ഒരു തട്ട് വീഴണ്ടേ? നന്നായി കൈ. ഓക്കെ, കൈ താത്തിട്ടെ. നിങ്ങൾ കൈ ഉയർത്തി വീശിയത് കൊണ്ട് എനിക്ക് 100% ഉറപ്പായി വായിച്ച വചനത്തിന്റെ അർത്ഥം നന്നായി മനസ്സിലായിട്ടില്ല. ചുമ്മയും വായിച്ചു, വ്യാഖ്യാനിച്ചും വായിച്ചു, മനസ്സിലായില്ല. നിങ്ങളിപ്പോ കൈ ഉയർത്തി പറഞ്ഞത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ വിശ്വാസ പറയുമ്പോൾ രാവിലെ ഇവിടെ ചെല്ലിയതല്ലോ, എന്താ ചെല്ലിയ? ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ, ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ദൈവത്തിന് എത്ര മക്കളാ? നിങ്ങൾ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? തൊട്ട് മുമ്പേ കൈയ്യറിച്ചിട്ട് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ഏകപുത്രനായിപ്പോയി. ഇതെന്ത് പരിപാടിയാ? ഫാദർ ആകെ കുഴപ്പത്തിൽപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളെന്നുണ്ട്, അതോടൊപ്പം യേശു മാത്രം ഏകജാതനായ ദൈവത്തിന്റെ പുത്രൻ എന്നുണ്ടു. അത് രണ്ടും സമ്മതിക്കുന്ന നിങ്ങളെ എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളുന്നതാണ് ഫാദറിന്റെ ചോദ്യം. ഫാദറും കുടുങ്ങിയിട്ടുള്ളത്. ഇത് അവരുടെ ഒരു പ്രധാനപ്പെട്ട കുടുക്കമാണ്. ശ്രോതാക്കൾ ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല, വിവിധങ്ങളായ പ്രവാചകന്മാരെ കുറിച്ച് ബൈബിളിൽ ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ കാണാം, എഫ്രൈമിനെ കുറിച്ച് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ കാണാം, സോളമിനെ കുറിച്ച് 2 രാജാക്കന്മാരെന്ന പുസ്തകത്തിൽ കാണാം, യാക്കൂബിനെ കുറിച്ച് കാണാം. വിവിധങ്ങളായ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, ബൈബിളിൽ ആവർത്തന പുസ്തകത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യത്തിൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ എന്ന പ്രയോഗമുണ്ട്. മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നത് കാണാം. ഇതേ മത്തായിയിൽ തന്നെ 45-ാമത് വാക്യത്തിൽ യേശുക്രിസ്തു തന്നെ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാവേണ്ടതിനു വേണ്ടി എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ എത്രയോ സ്ഥലത്ത് ദൈവത്തിന്റെ മക്കളുടെ നിര തന്നെയാണ്. അതിന്റെ പുറമെ ഏകജാതനായ തന്റെ പുത്രൻ എന്ന് ഇസ്രായേലിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച് ബൈബിൾ പ്രയോഗിച്ചിട്ടുണ്ട്. ദാവീദിനെ കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. ഏകജാതൻ, ആകെ ഒരു പുത്രനുള്ളൂ. ഇസ്രായേലും ആകെയുള്ള ഒരു പുത്രൻ, അതോടൊപ്പം ദാവീദും ആകെയുള്ള ഒരു പുത്രൻ, അതോടൊപ്പം യേശുക്രിസ്തുവും ആകെയുള്ള ഒരു പുത്രൻ. ആദ്യത്തെ വസ്തപ്പയാന്ന് ചോദിച്ചൊരു കാരണം, അതിന്റെ മുമ്പത്തെ വസ്തപ്പയാന്ന് പിന്നെ ചോദിച്ചൊരു കഥയുണ്ട്. ഏകപുത്രൻ യേശുക്രിസ്തു, അതോടൊപ്പം ഏകനായ ജാതൻ ഇസ്രായേൽ, അതോടൊപ്പം ഏകനായ ജാതൻ ദാവീദ്. ഈ ഒരു കൺഫ്യൂഷനിലൂടെ കുടുങ്ങിയിട്ട് ഫാദർ അവസാനം ജമ്മ് ചെയ്യാണ്. ഏകപുത്രൻ എന്ന് പറഞ്ഞ യേശുക്രിസ്തു, ബാക്കിയുള്ള നിങ്ങളൊക്കെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദത്തുപുത്രന്മാർ. അത് യേശു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊക്കെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദത്തുപുത്രന്മാർ. മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരൊക്കെ ദത്തുപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നതാണോ യേശു പറഞ്ഞത്? അല്ല, അവർ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും, ദൈവത്തിന്റെ പുത്രന്മാർ. ഇതെന്തിനു വേണ്ടിയാണ് ഫാദർ ഇങ്ങനെ ജമ്മി ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ബൈബിളിലെ വിവിധങ്ങളായ ഭാഗങ്ങൾ കൂട്ടിമുട്ടുകയാണ്, സംഘർഷത്തിൽപ്പെടുകയാണ്. ഇത് ബൈബിളിന്റെ പരിമിതി എന്നല്ലാതെ യേശുക്രിസ്തുവിനെ യഥാർത്ഥ ദൈവത്തിന്റെ പുത്രൻ എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ ഇത് തെളിവേ അല്ല. ബൈബിളിൽ ഇങ്ങനെ പലതും പറയുന്നുണ്ട്.
യേശുക്രിസ്തു യഥാർത്ഥ പുത്രൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ ഈ വിധത്തിലല്ല, ഫാദർ മനസ്സിലാക്കിയതുപോലെയല്ല അത് മനസ്സിലാക്കേണ്ടത്. മറിച്ച് ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള ഒരു പ്രയോഗമാണ് ദൈവത്തിന്റെ പുത്രൻ. അതിന്റെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു ഒരിക്കലും അയാളെക്കുറിച്ച് ദൈവപുത്രൻ എന്ന് പറയാറില്ലായിരുന്നു. ഇത് നമ്മുടെ വാചകമല്ല. കാൾ ഓഫ് പോപ്പും അതേ പ്രകാരം മർക്കസുൽ ബിഷാറയും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ജോർജ് ഫോർഡ് എന്ന ക്രൈസ്തവ എഴുത്തുകാരൻ എഴുതിയ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം എന്ന 7 വാള്യമുള്ള പുസ്തകത്തിന്റെ 2-ാം വാള്യത്തിന്റെ 16-ാം പേജിൽ ജോർജ് ഫോർഡ് പറയുന്നത് കാണാം. പുതിയ നിയമം ബൈബിളിൽ 10ഓളം സ്ഥലത്ത് മാത്രമാണ് ദൈവപുത്രൻ എന്നുള്ളത്. യേശുക്രിസ്തു അയാളെക്കുറിച്ച് ദൈവപുത്രൻ എന്ന് പഠിപ്പിക്കാറില്ലായിരുന്നു. മറിച്ച് 50 സ്ഥലങ്ങളിൽ യേശുക്രിസ്തു അദ്ദേഹത്തെക്കുറിച്ച് മനുഷ്യപുത്രൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചു. തിമോത്തിയോസിന്റെ 2:5, 1 തിമോത്തിയോസിന്റെ 2:5, ദൈവം ഏകൻ, ദൈവത്തിന്റെയും നമ്മുടെയും ഇടയിലുള്ള മധ്യസ്ഥനും ഏകൻ, മനുഷ്യനായ ക്രിസ്തു അത്രേ. അതാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. അതേപ്രകാരം പലയിടങ്ങളിലായിട്ട് യേശുക്രിസ്തു അയാളെ കുറിച്ച് പറഞ്ഞു. ജോർജ് ഫോർഡിന്റെ അഭിപ്രായം ഞാൻ ഉദ്ധരിച്ചല്ലോ. 50 തവണ യേശുക്രിസ്തു അദ്ദേഹത്തെ കുറിച്ച് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഈ ദൈവപുത്രൻ എന്ന് ബൈബിളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രയോഗിക്കുന്നതിന്റെ അർത്ഥം? ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു. ആദ്യമായി ബൈബിളിൽ ഈ പ്രയോഗം നടത്തുന്നത് പിഴച്ച ചെകുത്താനാണ്. ചെകുത്താൻ നടത്തിയ ഈ പ്രയോഗം ബൈബിളിൽ പിന്നീട് ആവർത്തിക്കപ്പെടുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. അല്ലാതെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ എന്ന അർത്ഥമില്ല. ഫാദർ യേശുക്രിസ്തുവിനെ പൊക്കി ആകാശത്തിന്റെ മുകളിൽ വെക്കാൻ വേണ്ടി യേശു യഥാർത്ഥ പുത്രൻ, വേറെയുള്ള ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതുവരെ ക്രിസ്തുമതത്തിൽ ജീവിച്ച് ക്രിസ്തുമതത്തിന്റെ വേദഗ്രന്ഥം പഠിച്ച നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറഞ്ഞു തരാം. യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഏകജാതനായ പുത്രൻ. നാമൊക്കെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ ദത്തുപുത്രന്മാർ. ഫാദർ സുലൈമാൻ, ഇതൊന്നും ബൈബിളിന്റെ പാഠമല്ല. യേശുവിനെ കുറിച്ച് ദൈവപുത്രൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭീഷണിയാവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ട്? യേശു ദൈവപുത്രനായതുകൊണ്ട് ദൈവമാവുന്നെങ്കിൽ മറ്റു പലരും, ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞവരും പറയാത്തവരുമായ കുറെ ആളുകൾ ദൈവത്തിന്റെ പുത്രന്മാരാവേണ്ടി വരും. ഈ ഒരു വിഷമം കാരണത്താലാണ് ഫാദർ ദൈവത്തിന്റെ ദത്തുപുത്രൻ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത്. ഇത് യേശു പഠിപ്പിച്ചതല്ല. പലപ്പോഴായി നാം പറഞ്ഞതുപോലെ ബൈബിളിനെ കുറിച്ചോ ഖുർആനിനെ കുറിച്ചോ ഒന്നും അറിയാതെ ഈ ഫാദർ നടത്തുന്ന കേവലം വാഗ്ധാരണികൾ മാത്രമാണ് എന്ന് മാത്രമൊന്നല്ല ഇയാൾ പറയുന്നത്. ഇയാളുടെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് അയാൾ പറയുന്നത് കാണാം, മുസ്ലിങ്ങൾ അവരുടെ ദൈവത്തെ അപ്പൻ എന്ന് വിളിക്കുന്നു. മുസ്ലിങ്ങൾ ദൈവത്തെ അപ്പാന്ന് വിളിക്കും. ഇയാളൊരു മുസ്ലിം കുടുംബത്തിലാണ് വളർന്നത്. അതുപോലും അന്ന് പോലും എന്താണ് ഈ വിളിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ അയാൾ ഇറങ്ങി പ്രസംഗിക്കുകയാണ്. മുസ്ലിങ്ങൾ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ദൈവം എന്നുള്ള അർത്ഥത്തിന് ഒരു അപ്പ എന്ന് വിളിക്കാൻ പറ്റുമോ പറ്റില്ലേ, അതൊക്കെ വേറൊരു ചർച്ച. എന്നാലും വ്യാപകമായി കാണുന്ന ഒരു മതവിശ്വാസികളാണ് മുസ്ലിങ്ങൾ. അവരവരുടെ ദൈവത്തിനെ എന്ത് പേരാണ് വിളിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഈ ഫാദറാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ നടക്കുന്നത്. ജെറി തോമസിനെ പോലെയുള്ള മറ്റു ഫാദർമാർ അള്ളാഹു എന്ന പദത്തിനെ വരെ വിമർശിക്കുന്നത് കാണാം. ബൈബിളിന്റെ അറബി പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കുക. അറബി ബൈബിൾ ഇവർ തന്നെ പ്രസിദ്ധീകരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം അറബി ബൈബിളിൽ തുടങ്ങുന്നത് ഫിൽ ബദഇ കാന കലിമ അൽ കലിമതു മഅല്ലാഹ് അൽ കലിമതു ഹുവല്ലാഹ്. ഇത് തെറ്റാണെന്നാണോ ഈ ഫാദർമാർ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞതായിട്ട് യഹോവ എന്ന പേര് തീരെയില്ല. അയാൾ ദൈവം എന്നാണ് പ്രയോഗിച്ചത്, റബ്ബൂനി എന്നാണ് പ്രയോഗിച്ചത്, പിതാവേ എന്നാണ് പ്രയോഗിച്ചത്, രക്ഷിതാവേ എന്നാണ് പ്രയോഗിച്ചത്. ഇതൊക്കെയും ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുകിൽ ഇലാഹ് അല്ലെങ്കിൽ അല്ലാഹു എന്ന പദത്തിലാണ് അറബി ബൈബിളിൽ. എന്നിട്ടാണ് അല്ലാഹു എന്ന പദത്തിന്റെ സാങ്കത്യം പോലും ചോദ്യം ചെയ്യാൻ ഈ വിവരം കെട്ട ഫാദറുമാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ മുമ്പിൽ ധാരാളം കടമ്പകളുണ്ട്. പരിശുദ്ധ ഇസ്ലാമിനെ കൊത്തിവലിക്കാൻ വേണ്ടി മുസ്ലിം പേരുള്ളതും അല്ലാത്തതുമായ ഫാദർമാരുടെ നീണ്ട നിര, യുക്തിവാദികളും മറ്റുള്ളവരും അവരുടേതായ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വ്യാപകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു.
അതോടൊപ്പം ഈ ഫാദർമാർക്കും യുക്തിവാദികൾക്കുമൊക്കെ ചൂട്ട് പിടിച്ചുകൊണ്ട് ഇസ്ലാമിനകത്തുള്ള ബിദഅത്തിന്റെ ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബി സാധാരണക്കാരനാണ്, മുഹമ്മദ് നബിക്ക് യാതൊരു സഹായവും ചെയ്യാൻ പറ്റില്ല, മുഹമ്മദ് നബി മരണപ്പെട്ടു പോയിട്ട് എങ്ങോട്ടാണ് എന്നുപോലും അറിയില്ല. അതൊക്കെ ഫാദർ പറയുന്നുണ്ട്, ഞാൻ ചുരുക്കിയതാണ്. മുഹമ്മദ് നബി എങ്ങോട്ട് പോയി എന്ന് പോലും അറിയില്ല, ഫാദറിന് അറിയില്ലായിരിക്കും. പരിശുദ്ധ ഇസ്ലാം അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്റെ ആ ബർസഖിയായ ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ നബി എവിടെയാണെന്ന് മുസ്ലിങ്ങൾക്കറിയില്ലേ? എല്ലാവർക്കും അറിയാം, പക്ഷെ ആർക്കും അതറിയില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിയെ വിശ്വസിച്ചാൽ മുഹമ്മദ് നബിയെ പോലെ ആവുന്ന ഇയാൾ പരിഹസിക്കുകയാണ്. അതേ പ്രകാരം ഇയാൾ നടത്തുന്ന മറ്റൊരു പരിഹാസമുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിയമങ്ങളുടെ നിയമങ്ങളാണെന്ന് അയാൾ പറയുന്നത്. കുറേയേറെ കൽപ്പനകളുണ്ട്, അങ്ങനത്തെ ഒരു മതമാണ് ഇസ്ലാം. കൽപ്പനകളില്ലെങ്കിൽ പിന്നെ മതം വേണ്ട, തോന്നിയവന് തോന്നിയതുപോലെ ജീവിക്കാൻ പിന്നെ മതം വേണ്ട. ഇയാൾ പറയുന്നത് കേട്ടാൽ തോന്നും ഇവരുടെ ക്രൈസ്തവ മതത്തിൽ യാതൊരു കൽപ്പനകളൊന്നുമില്ല. അതൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും. മത്തായിയുടെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു സംഭവം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യേശുക്രിസ്തു പറയുന്നത് വളരെ ലളിതമാണ് ഈ കാര്യങ്ങളെന്നല്ല. ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുവീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അനേകർ അതിലൂടെ കടക്കുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അതാണ് വഴി ചുരുങ്ങിയതാണ് എന്നല്ലേ പറയുന്നതിന്റെ അർത്ഥം. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, ചിലപ്പോൾ ഫാദറിന് മനസ്സിലാവില്ല. അതുകൊണ്ട് അതുകൂടെ ഞാൻ വിശദീകരിക്കാം. ഒരു നല്ല വിജയത്തിലേക്ക് പോകണമെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ട് പോകണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഫാദർ കളിയാക്കാൻ ഏറ്റവും കൂടുതൽ കൽപ്പനയുള്ള മതമാണ് ഇസ്ലാം. മൂത്രമൊഴിക്കാൻ കയറുമ്പോൾ എങ്ങനെ ഇരിക്കണം കൽപ്പനയുണ്ട്, അത് ലംഘിച്ചാൽ അള്ളാഹു ശിക്ഷിക്കും. അയാൾ ഒരു കുപ്പി കൊടുന്ന് പരീക്ഷണം നടത്തിയതൊക്കെ അയാൾ വിശദീകരിക്കുന്നുണ്ട്. ഇത് കേട്ടാൽ തോന്നുന്നതാണ് യാതൊരു നിയമമല്ല ഈ ഇവരുടെ മതം അനുസരിച്ച്. ഞാൻ അതൊക്കെ കൂടെ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട ഫാദർ, നിങ്ങൾക്ക് ചെവി പൊത്തിപ്പോവേണ്ടി വരും. ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലൊക്കെ ചെയ്തു കൂട്ടുന്ന കുറേ ശിക്ഷാ നടപടികളും കർമ്മങ്ങളുമൊക്കെയുണ്ട്. ആർക്കെങ്കിലും സ്ഖലനമുണ്ടെങ്കിൽ അവൻ 7 ദിവസം അശുദ്ധനാണ്, അവൻ അടിച്ചു നനച്ചു കുളിക്കണം, അവനെ കണ്ടവൻ അടിച്ചു നനച്ചു കുളിക്കണം, അവനെ തൊട്ടവൻ അടിച്ചു നനച്ചു കുളിക്കണം, അവൻ തൊട്ട സാധനങ്ങളെല്ലാം അടിച്ചു നനച്ചു കുളിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര ഭാഗങ്ങൾ. എൻ്റെ സ്ഖലനം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണോ? സ്ഖലനം ഒരു അശുദ്ധിയാണ്, അതോടുകൂടെ അയാൾ കുളിക്കണം. പക്ഷേ ഈ ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയല്ല. അടിച്ചു നനച്ച് കുളിക്കണം, എന്നാലും അയാൾ വൈകുന്നേരം വരെ അശുദ്ധനാണ്. അയാളെ കണ്ടവും കുളിക്കണം, തൊട്ടവും കുളിക്കണം, അയാൾ തൊട്ട സാധനം തൊട്ടവും കുളിക്കണം. ഇതൊന്നും അറിയില്ലെങ്കിൽ ഫാദർ സുലൈമാന് പറയാം വളരെ എളുപ്പമാണ് ഞങ്ങളുടെ മതം. ഇവിടെ മാത്രോ ഒരു പെണ്ണിനെ കുറിച്ച് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ, അവൾ വ്യഭിചാരിണിയാണോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സംഖ്യാപുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിൽ 11 മുതലുള്ള ഭാഗങ്ങളുണ്ട്. ഇയാളെ സ്ത്രീകളെ എങ്ങനെ പുകഴ്ത്തിയിട്ട് പറയുന്നത് കാണാം. പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരിമാരെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മതം എന്ത് പറയുന്നുവെന്ന് സംഖ്യാപുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 11 മുതൽ 31 വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുക. പരസ്യമായിട്ട് ഈ പെണ്ണിനെ വൃത്തികെട്ട ജലം കുടിപ്പിച്ചിട്ട് വയറ് വീർക്കുന്നുണ്ടോ, തൊട ക്ഷയിക്കുന്നുണ്ടോ എന്നൊക്കെ പുരോഹിതൻ പരീക്ഷിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മതം വളരെ എളുപ്പമാണല്ലേ? നിങ്ങളുടെ മതം വളരെ എളുപ്പമാണല്ലേ? മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 28-ാം സൂക്തം യേശുക്രിസ്തു എന്ത് പറയുന്നു? തെറ്റ് ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നെങ്കിൽ ആ കണ്ണ് ചുഴന്നു കളയണം. കാരണം 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കണ്ണനായി സ്വർഗത്തിൽ പോകുന്നതത്രേ. തെറ്റ് ചെയ്യാൻ നിന്റെ കാല് കാരണമാവുന്നെങ്കിൽ ആ കാല് ഛേദിക്കണം. കാരണം 2 കാലുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഭേദം ഒറ്റക്കാലനായി സ്വർഗത്തിൽ പോകുന്നതത്രേ. ഫാദർ സുലൈമാൻ, നിങ്ങളുടെ മതത്തിൽ തീരെ നിയമങ്ങളില്ലല്ലേ? നിയമങ്ങളില്ലെങ്കിൽ അതൊരു മതമായിട്ട് കൂട്ടാൻ പറ്റുമോ? ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടം പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ മതമാവാൻ പറ്റുമോ അത്? ഇതൊന്നും അറിയാതെ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞു നടക്കുന്ന ഫാദർ സുലൈമാനോടും ഫാദർ സുലൈമാനിന്റെ വാക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെയും വിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെയും കുതിര കയറുന്ന വിമർശിച്ച് നടക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികളോടുമൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളത്, മത്തായി സുവിശേഷം തന്നെ പഠിപ്പിച്ച ചില വാക്യങ്ങളാണ്. നിങ്ങൾ പലരെയും മതത്തിൽ ചേർക്കാൻ വേണ്ടി കാടും മേടും കടന്ന് സഞ്ചരിക്കുന്നു, എന്നിട്ടോ അവസാനം നിങ്ങളെക്കാൾ വലിയ നരകയോഗ്യരാക്കി അവരെ മാറ്റുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും സോളമൻ ഫാദറിനെ പോലെയുള്ളവരുടെ വാക്ക് കേട്ടിട്ട്
എന്തെങ്കിലും സന്ദേഹം വന്നിട്ടുള്ള ആളുകളൊക്കെയും മത്തായി പറഞ്ഞ ഈ വാക്യം ഓർക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെയും പരിശുദ്ധ ഇസ്ലാമിനെയും യഥാവിധി മനസ്സിലാക്കാനും അത് പ്രബോധനം ചെയ്യാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കേട്ടതും പറഞ്ഞതും ഒരു സാലിഹായ കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ഒന്നുകൂടെ പറയാം, കൂടുതൽ വാക്കുകൾ ഇനിയും പറവാനുണ്ട്. ഇസ്ലാമിൽ കൂടുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ഈ ഫാദർ പറഞ്ഞ മറ്റു പല സീഡികളിലുമുള്ള വൃത്തികെട്ട ആരോപണങ്ങളും അതൊക്കെ ഇൻഷാ അള്ളാഹ് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു വേദിയിൽ സംസാരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വേദി സംഘടിപ്പിച്ച അൽ ഖമർ സുന്നിയയുടെ പ്രവർത്തകർക്ക് അഗൈതവമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.